ദേവിക, നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്നും സന്നിധാനത്ത് ഭക്തജന തിരക്ക് ഏറെയാണ്. അയ്യനെ കാണാൻ അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്നത് നിരവധി അയ്യപ്പ ഭക്തരാണ്. അതേസമയം ശബരിമല വെർച്വൽ ക്യൂ വിവാദത്തിൽ വാട്സാപ്പ് സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്ത എക്സിക്യൂട്ടീവ് ഓഫീസർ. വെർച്വൽ ക്യൂ 80,000 ഉയർത്തണമെന്ന് കോടതി പരാമർശമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയത്. ഇത് പിന്നീട് നീക്കം ചെയ്തു. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, സ്വാമി ശരണം. എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു ഇന്നലെ അദ്ദേഹം ആകെ ചെയ്ത ഒരു കാര്യം ഹൈക്കോടതിയുടെ വിധി ഫോണിൽ സ്റ്റാറ്റസ് ആക്കി. അത് വലിയ പ്രശ്നമായി. ദേവസ്വം ബോർഡിൽ ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ ഫോണിൽ സ്റ്റാറ്റസ് ഇടുന്നത് പോലും, പ്രത്യേകിച്ച് സന്നിധാനത്ത് ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഫോണിലെ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നത് സൂക്ഷിച്ചു വേണം. അങ്ങനെയല്ലേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അഖിൽ, ശബരിമലയിൽ ഇന്നും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പുറകിലുള്ളത് സന്നിധാനത്തേക്കുള്ള ഫ്ലൈ ഓവറിലേക്കുള്ള അയ്യപ്പന്മാരുടെ നിരയാണ് ഇപ്പോൾ എനിക്ക് പുറകിലുള്ളത്. ഇന്നലെ ശബരിമല ദർശനത്തിനെത്തിയത് 80,984 അയ്യപ്പരാണ് ഇന്നലെ ശബരിമലയിൽ ദർശനത്തിനായി എത്തിയിട്ടുള്ളത്. അതിൽ വ്യാഴാഴ്ചയാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ ദർശനം നടത്തിയത്. 88,000 സംതിങ് ആൾക്കാരാണ് ദർശനത്തിന് എത്തിയിട്ടുള്ളത്. രാവിലെയും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ ഏകദേശം 5 മണി മുതൽ 6 മണി വരെയുള്ള കണക്കനുസരിച്ചാകുമ്പോൾ തന്നെ ഏകദേശം 20,716 ആൾക്കാർ ഇപ്പോൾ തന്നെ ദർശനത്തിലേക്ക്, അതായത് രാവിലെ 3 മണിക്ക് നട തുറന്ന് 6 മണിയോടെ എത്തുമ്പോൾ 3 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ഏകദേശം 20,000 പേർ ആ ദർശനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നതാണ് നമുക്ക് കണക്കുകൾ, ദേവസ്വത്തിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഹരിഹരസുതനായ സ്വാമി അയ്യപ്പനെ കാണുന്നതിലേക്ക് വേണ്ടി, അയ്യപ്പന്റെ ഒരു നോക്ക് ദർശനം കാണുന്നതിലേക്ക് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കുഞ്ഞയ്യപ്പന്മാരടക്കം, മാളികപ്പുറങ്ങളടക്കം, അമ്മമാരടക്കം വലിയ ഒരു നീണ്ട നിര അയ്യപ്പനെ കാണുന്നതിലേക്ക് വേണ്ടി ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം വിനോദ് മറ്റൊരു കാര്യം ചേർത്ത് പറയേണ്ടത്, നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ വെർച്വൽ ക്യൂ സംവിധാനം, അതായത് ഈ അയ്യപ്പന്മാർ വരുന്ന അതിലേക്കുള്ള വെർച്വൽ ക്യൂ സംവിധാനം നിലവിൽ ദേവസ്വം ബോർഡ് 70,000 പേർക്ക് വെർച്വൽ ക്യൂവും 10,000 പേർക്ക് സ്പോട്ട് ബുക്കിങ്ങുമായിട്ട് 80,000 പേർക്കാണ് ഒരു ദിനം പ്രതിദിനം അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള സമയപരിധി അല്ലെങ്കിൽ ആ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ കോടതിയുടെ ഒരു പരാമർശം 2013 തന്നെ ഉണ്ടാകുന്നത് 80,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് ഈ വെർച്വൽ ക്യൂ സംവിധാനം ഉപയോഗിച്ചും 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് നടത്തി ഏകദേശം 90,000 പേരെ ശബരിമല ദർശനത്തിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്താൻ പറ്റില്ല എന്നത് ഹൈക്കോടതി ദേവസ്വത്തിനോട് ചോദിച്ചിരുന്നു. ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് ഒരു ജഡ്ജ്മെന്റിലൂടെ തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ഇന്നലെ രാവിലെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ നടത്തിയ പത്രസമ്മേളനത്തിനു പിന്നാലെ ദേവസ്വം ബോർഡിന്റെ ശബരിമലയുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു തന്നെ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ അദ്ദേഹത്തിന്റെ ഒരു ഭിന്നാഭിപ്രായം അതിൽ രേഖപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും അയ്യപ്പസ്വാമിയെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പസ്വാമിയെ കാണാൻ അയ്യപ്പസ്വാമിയെ ദർശനത്തിലേക്ക് എത്തുന്ന ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അധികം ആൾക്കാർ, കാരണം ശബരിമലയുടെ ചരിത്രം അനുസരിച്ച് ഏകദേശം 90,000 മുതൽ 1,20,000 1,30,000 ഒക്കെ ഈ നടത്തിയിരുന്ന കാലയളവിലേക്ക് ഉണ്ടായിരുന്നു. അങ്ങനത്തെ അവിടുത്തെ ഒരു ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. ആ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഏകദേശം കോവിഡാനന്തരമായി ഇങ്ങനെ ഒരു കുറവിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്ന കാഴ്ച നമുക്ക് കാണാനുണ്ടായിരുന്നത്. എന്തായാലും ഈ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ദേവസ്വത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറും തമ്മിലുള്ള ഭിന്നത എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ഇന്നലെ തന്നെ മനസ്സിലാക്കിയതാണ്. കാരണം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ 18-ാം പടി ഓരോ അയ്യപ്പന്മാരും 18-ാം പടി കയറി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഇത് എന്ന് പറയുന്നത് തന്നെ അയ്യപ്പനെ ഒരു നോക്ക് കാണുക എന്നതാണ്. അയ്യപ്പനെ കാണുക എന്നതാണ്. ആ ദർശനത്തിലേക്ക് എത്താനുള്ള അവരുടെ എണ്ണത്തിലുണ്ടാക്കേണ്ട വർധനവിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും എക്സിക്യൂട്ടീവ് ഓഫീസറും തമ്മിലുള്ള ഒരു ഭിന്നസ്വരം നിലനിൽക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് വിനോദ്. എന്തായാലും ശബരിമല അയ്യനെ കാണാൻ, പൊന്നമ്പലവാസനെ കാണാൻ, കലിയുഗവരദനായ സ്വാമി അയ്യപ്പനെ കാണുന്നതിലേക്ക് വേണ്ടി ഒരു വലിയ തിരക്ക് എന്ന് തന്നെ പറയേണ്ടി വരുന്ന വിധത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും കുഞ്ഞയ്യപ്പന്മാരടക്കം ഇവിടേക്ക് ചോറൂണിലേക്കായി എത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയ സന്തോഷമാണ് അയ്യനെ കാണാൻ എത്തുന്ന ഓരോ അയ്യപ്പ സ്വാമിയുടെയും മുമ്പിലുള്ളത് എന്നതാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയുന്ന കാഴ്ച വിനോദ്.
അതെ, സന്നിധാനത്ത് രാവിലെ കുഞ്ഞ് മാളികപ്പുറങ്ങളെയൊക്കെ കാണുന്നുണ്ട്. അത് ചോറൂട്ടിനായിട്ടൊക്കെ കൊണ്ടുവന്ന കുഞ്ഞു മാളികപ്പുറങ്ങളാണ്. ഈ കുഞ്ഞിൻ്റെ അമ്മയും അതേപോലെ തന്നെ യുവതികളായിട്ടുള്ള ആളുകളൊക്കെ പമ്പയിൽ അങ്ങനെ കാത്തു നിൽക്കും. അച്ഛനും മുത്തശ്ശിയൊക്കെ ചേർന്ന് ഈ കൊച്ചു കുഞ്ഞിനെ സന്നിധാനത്തേക്ക് എത്തിക്കും. അവിടെ അന്നപ്രാശമൊക്കെ കഴിഞ്ഞ് പിന്നീട് അവർ കുടുംബസമേതം മടങ്ങും. അതാണ് സന്നിധാനത്തും പമ്പയിലും ഒക്കെ നമ്മൾ എല്ലാ വർഷവും കാണുന്ന കാഴ്ച.